നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സാധാരണയായിട്ട് നമ്മൾ അക്ഷയയിൽ പോയിട്ടാണ് ഇത്തരത്തിൽ മൊബൈൽ നമ്പറൊക്കെ ചേഞ്ച് ചെയ്യാറുള്ളത്. എന്നാൽ ഇനി മുതൽ നമുക്ക് നമ്മുടെ മൊബൈലിലൂടെ തന്നെ ഇത് ചെയ്യാനാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഇത്തരം ഓരോ ഇഷ്ടമാണെങ്കിൽ ഇതിൽ തന്നെ ഫോളോ ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തോളൂ. ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ആധാർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നിർബന്ധമായിട്ടും എല്ലാ പെർമിഷനും നൽകുക. ശേഷം പുതിയ ആപ്പിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ കാണാം, അല്ലെങ്കിൽ അവിടെ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഐ ആം റെഡി ടു വിത്ത് മൈ ആധാർ എന്നതിൽ അമർത്തിയിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ ഇനി വരുന്ന സ്ക്രീനിൽ എൻ്റർ ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ അമർത്തി ഐ എഗ്രി എന്ന ടിക്കിട്ട് പ്രൊസീഡ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ സെൻഡ് SMS കാണാം, അത് അമർത്തുക. എന്നിട്ട് ഇനി വരുന്ന പോപ്പപ്പ് ബോക്സിലും സെൻഡ് അമർത്തുക. നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്യാത്ത ഫോൺ നമ്പറുള്ള ഫോണിലാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു മെസ്സേജ് കാണിക്കും, കണ്ടിന്യൂ വിത്ത് ദിസ് നമ്പർ എന്ന് അമർത്തുക. ഇനി വരുന്ന ഭാഗത്ത് ഇനിഷ്യേറ്റ് ഫേസ് ഓതൻറ്റിക്കേഷൻ എന്ന് കാണിക്കും. അതിലമർത്തിയ ശേഷം നിങ്ങളുടെ കണ്ണും അതിൽ കാണിക്കുന്ന കണ്ണിൻ്റെ സിമ്പിൾസും ഒരേപോലെ വരുന്ന വിധത്തിലാക്കിയാൽ ഗ്രീൻ സർക്കിൾ വരും. അപ്പോൾ ഒന്ന് ബ്ലിങ്ക് ചെയ്താൽ ഫേസ് വെരിഫിക്കേഷൻ സക്സസ് ആയി നമുക്ക് ഇതുപോലെ പ്രൊസീഡ് എന്ന ബട്ടൺ കാണാം. അത് അമർത്തിയ ശേഷം നമ്മളൊരു പാസ്കോഡ് എൻ്റർ ചെയ്യുക. അത് ഒരിക്കൽ കൂടി എൻ്റർ ചെയ്ത ശേഷം കൺഫേം അമർത്തിയാൽ ആധാർ കൊണ്ടുനടക്കുന്നതിന് പകരമായിട്ട് ഇനി എല്ലായിടത്തും കാണിക്കാവുന്ന QR കോഡ് നമുക്കിവിടെ കാണാം. ആധാർ വിവരങ്ങളും ഇതുപോലെ നമുക്ക് കാണാനാകും. ഒരേ ഫോൺ നമ്പറിന് കീഴിലുള്ള 5 ആധാർ വരെ നമുക്ക് ഇത്തരത്തിൽ ആപ്പിലൂടെ കൊണ്ടുനടക്കാൻ സാധിക്കും. ഇനി ഇവിടെ താഴെ നോക്കിയാൽ മൈ ആധാർ അപ്ഡേറ്റ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്താൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇവിടെ ആധാർ നമ്പർ ചേഞ്ച് ചെയ്യാൻ 30 ദിവസം എടുക്കുമെന്നും അതിന് 75 രൂപ ഫീ ആവശ്യമെന്നും നിലവിൽ ലിങ്ക് ആയിരിക്കുന്ന നമ്പറും പുതിയ നമ്പറും നമുക്ക് ആക്സസ് ഉള്ളതായിരിക്കണമെന്നും കാണിച്ചിട്ടുണ്ട്. കണ്ടിന്യൂ അമർത്തുക. ഇപ്പോൾ നിലവിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും, അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് അമർത്തിയാൽ നിലവിൽ ലിങ്കായ നമ്പർ കാണിക്കുന്നതിന് താഴെയായിട്ട് പുതിയ നമ്പർ എൻ്റർ ചെയ്യാൻ ഓപ്ഷൻ കാണാം. എന്നിട്ട് സെൻഡ് OTP എന്ന് അമർത്തിയിട്ട് പുതിയ ഫോണിൽ വന്നിരിക്കുന്ന OTP അടുത്ത സ്ക്രീനിൽ എൻ്റർ ചെയ്യുക. എന്നിട്ട് വെരിഫൈ അമർത്തിയ ശേഷം അടുത്ത സ്ക്രീനിൽ ഫേസ് ഓതൻറ്റിക്കേഷൻ അമർത്തി ടിക്കിട്ട് പ്രൊസീഡ് അമർത്തിയ ശേഷം ഒരിക്കൽ കൂടി നമ്മുടെ ഫേസ് വെരിഫൈ ചെയ്യുക. അതിനുശേഷം കൺഫേം ആൻഡ് പേ എന്ന് അമർത്തിയിട്ട് ഇഷ്ടമുള്ളൊരു പേയ്മെൻറ്റ് മെത്തേഡിലൂടെ 75 രൂപ പേയ്മെൻറ്റ് നൽകുക. പേയ്മെൻറ്റ് നൽകി കഴിയുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ മാറ്റാനുള്ള അപേക്ഷ സബ്മിറ്റായി എന്ന് കാണിക്കും. ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ആധാർ ആപ്പിൻ്റെ ഏറ്റവും പുതിയ വെർഷനാണ് ഈ ഒരു ഫീച്ചർ ഉള്ളത്. അപ്പോൾ ലിങ്ക് ആവശ്യമുള്ളവർ ആധാർ എന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ലിങ്ക് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയച്ചുതരാം.